നല്ല കേന്ദ്രങ്ങളായി നമ്മുടെ ആരാധനാലയങ്ങൾ മാറണം എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. നമുക്കേ തടഞ്ഞു നിർത്താൻ കഴിയുള്ളൂ. നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ആ ചെറുത്തുനിൽപ്പ് നമുക്ക് അനിവാര്യമാണ്. നമ്മൾ ഒരു കാര്യം മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ 2 വാക്കുകൾ കൊണ്ട് പ്രസിദ്ധമാണ്. ഒന്ന് ശാന്തത, അല്ലേ? നമ്മളെ ആരാധനാലയങ്ങൾ ശാന്തിയുടെ കേന്ദ്രങ്ങളാണ്. 2 വൃത്തിയുടെ, ശുദ്ധിയുടെ കേന്ദ്രങ്ങളുമാണ്. അപ്പം അങ്ങനെയാവുമ്പോൾ ആ ശുദ്ധി നിലനിർത്താൻ ഓരോ വീടുകളും തയ്യാറാവണം. ഓരോ വീടുകളും ക്ഷേത്രങ്ങളെപ്പോലെ തന്നെ ശുദ്ധിയുള്ളതാവണം. അവിടെ ഇത്തരം മാലിന്യങ്ങൾ, മയക്കുമരുന്നുകളായാലും മറ്റു മാലിന്യങ്ങളും ഒന്നും കടന്നു വരാതെ പുതിയ തലമുറയെ കോട്ട കെട്ടി കാത്തു രക്ഷിക്കാൻ നമ്മൾ തയ്യാറാവണം. അങ്ങനെ കോട്ട കെട്ടി കാത്തു രക്ഷിക്കാൻ ആർക്കേ കഴിയൂ? നല്ല കുടുംബത്തിനേ കഴിയുള്ളൂ. നല്ല കുടുംബങ്ങൾ ഉണ്ടാവണമെങ്കിൽ നല്ല ഭക്തിയുള്ള കുടുംബങ്ങളായാൽ, ശരിയായ ഭക്തിയുള്ള കുടുംബങ്ങളായാൽ, നല്ല ബന്ധത്തിലേക്ക് കുടുംബ ബന്ധങ്ങളെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ, ശാന്തിയുടെ കേന്ദ്രങ്ങളായി ഓരോ വീടും മാറിയാൽ ആ വീട്ടിൽ നിന്ന് അത്തരത്തിലുള്ള കുട്ടികൾ വഴി തെറ്റിപ്പോകില്ല എന്നാണ് എൻ്റെ വിശ്വാസം. മറ്റൊന്ന്, ഈ നമുക്ക് കിട്ടിയ ഈ പ്രകൃതി ഉണ്ടല്ലോ, ഇവിടെ ശുദ്ധമായൊരു പ്രകൃതി നമുക്ക് മുന്നത്തെ തലമുറ കൈമാറി തന്നു പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത്രത്തോളം ജാഗരൂകരാണോ എന്നൊന്ന് ആലോചിക്കണം. നമ്മൾ തക്കം കിട്ടിയാൽ കുറേ വേസ്റ്റ് കൊണ്ടുപോയി പുറത്ത് കളയുന്നവരാണ് പലരും. നമ്മൾ കണ്ടതാണ് കുറേ ആമേഴിഞ്ചത്തോടും തിരുവനന്തപുരത്ത് തോട്ടിൽ മാലിന്യത്തിൽ കുടുങ്ങിപ്പോയ മനുഷ്യരൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം അവിടെയും ശുദ്ധി എന്ന വാക്കിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ ഇത്തരത്തിലുള്ള ഒരു വീടുകളിൽ നിന്നും ഒരു മാലിന്യവും പൊതുസ്ഥലത്തേക്കൊന്നും പോവാതെ അവിടെയും സംരക്ഷിക്കണം. അങ്ങനെ മൊത്തത്തിൽ ശാന്തിയുടെയും ശുദ്ധിയുടെയും കേന്ദ്രങ്ങളായി നമ്മുടെ ഓരോ വീടും മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ കരിങ്കാളി ക്ഷേത്രത്തിൻ്റെ ഈ ആഘോഷത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.